സീറ്റില്ലാതെ മലബാറിലെ കുട്ടികൾ. ഈ വർഷവും മലബാറിലെ +1 സീറ്റിൽ പ്രതിസന്ധി. മലബാറിലെ 6 ജില്ലകളിലായി 10ാം ക്ലാസ് വിജയിച്ച 41,000 വിദ്യാർത്ഥികൾക്ക് +1 സീറ്റില്ല. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി നൽകിയ അധിക ബാച്ചും അധിക സീറ്റും പരിഗണിച്ചതിനു ശേഷമാണ് ഈ കുറവ്. അതേസമയം പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. മീഡിയ 1 എക്സ്ക്ലൂസീവ്. മലപ്പുറം ജില്ലയിൽ ഈ വർഷം SLC പരീക്ഷ വിജയിച്ചവരുടെ എണ്ണം 79,730 അലോട്ട്മെന്റിന് പരിഗണിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണം 59,690. അതായത് മലപ്പുറത്ത് മാത്രം 20,040 സീറ്റുകളുടെ കുറവുണ്ട്. മലബാർ ജില്ലകൾക്കുള്ള 30% സീറ്റ് വർധനയും അധികമായി അനുവദിച്ച താൽക്കാലിക ബാച്ചുകളുടെ സീറ്റുകളും കൂടി പരിഗണിച്ചതിന് ശേഷമാണ് ഈ അവസ്ഥ. പാലക്കാട് 7,979 സീറ്റുകളുടെയും കോഴിക്കോട് 5,321 സീറ്റുകളുടെയും കാസർഗോഡ് 4,068 സീറ്റുകളുടെയും കുറവുണ്ട്. മലബാറിലാകെ 41,230 സീറ്റുകളുടെ കുറവാണുള്ളത്. CBSE ഫലം കൂടി പുറത്തുവരുന്നതോടെ സീറ്റ് പ്രതിസന്ധി വർദ്ധിക്കും. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ 2,809 സീറ്റുകളും ആലപ്പുഴയിൽ 961 സീറ്റുകളും കോട്ടയത്ത് 87 സീറ്റുകളും അധികമാണ്. അൺഎയ്ഡഡ് സീറ്റുകൾ പരിഗണിക്കാതെയുള്ള കണക്കാണിത്. മലബാർ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തവണയും +1 സീറ്റിന് വേണ്ടി നെട്ടോട്ടം ഓടേണ്ടി വരും. അല്ലെങ്കിൽ പണം കൊടുത്ത് പഠിക്കേണ്ട അൺഎയ്ഡഡ് സ്കൂളുകളെ ആശ്രയിക്കേണ്ടി വരും. തെക്കൻ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് മലബാറിലെ വിദ്യാർത്ഥികളുടെ ഈ ദുരവസ്ഥ. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.